കൂടാതെ ദേശീയ നാടക പരിപാടി ഉൾപ്പെടുത്തി പ്രമുഖരായ എഴുത്തുകാരുടെ രചനകൾ നാടക രൂപത്തിലാക്കി ഞാനത് മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്ത് പ്രക്ഷേപണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എൻ്റെ സാഹിത്യ രചനകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ദീപമേ നയിച്ചാലും എന്ന കൃതിയോടെയാണ് എൻ്റെ പ്രിൻ്റ് ചെയ്ത പുസ്തക താളുകളിൽ മഷി പുരണ്ട ആദ്യത്തെ പുസ്തകം പുറത്തിറങ്ങുന്നത്. അതൊരു നാടക സമാഹാരമായിരുന്നു. പിന്നീട് ഇനിയും പുഴ ഒഴുകും എന്നുള്ളൊരു നോവൽ ലിബി പബ്ലിക്കേഷൻസ് പുറത്തിറക്കി. അതിനുശേഷം കണ്ണാന്തളിയും കാട്ടുതുളസിയും അത് പ്രസിദ്ധീകരിച്ചത് പാമ്പുങ്ങൽ പബ്ലിക്കേഷൻസ് മുംബൈ എന്ന സ്ഥാപനമാണ്. അതിൽ പിന്നീട് വെയിൽനാളങ്ങൾ എന്നൊരു നോവൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു. വി പബ്ലിഷേഴ്സ് രാമനാട്ടുകര ആണത് പബ്ലിഷ് ചെയ്തത്. രാമനാട്ടുകരയിലെ എൻ്റെ ഏതാനും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ചേർന്ന് രൂപം കൊടുത്ത ഒരു സംഘടനയായിരുന്നു അത്. തുടർന്ന് ഋതുഭേദങ്ങൾ എന്നൊരു നോവൽ പൂർണ്ണ ബുക്സ് തന്നെ പുറത്തിറക്കി. ആറാമതായി ഈ ലിസ്റ്റിൽ അവസാനമായി ആജീവനാന്തം എന്നൊരു കൃതി പേരയ്ക്ക ബുക്സ് നടത്തിയ നോവൽ മത്സരത്തിൽ 1ാം സമ്മാനാർഹമായ ഒരു കൃതി. ഈ 6 എണ്ണത്തിൽ ആജീവനാന്തത്തിനും വെയിൽനാളങ്ങൾക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഏതാനും ചെറുകഥകളും പുസ്തക നിരൂപണങ്ങളും TV സീരിയലുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ സർഗയാത്ര അവസാനിക്കുന്നില്ല, അതിന്നും തുടർന്നു പോവുക തന്നെയാണ്. 2 നോവലുകളുടെ പണിപ്പുരയിലാണ് ഞാൻ. ഒന്നും പൂർണ്ണമായിട്ടില്ല. പിന്നെ പൂർണ്ണമാക്കിയാലും ഇന്നത്തെ കാലത്ത് പ്രസാധകരെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നും ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.